ശാന്തി. ഇന്ന് നമുക്ക് തപോവനത്തിലെ ബാബയുടെ തപസ്യയെക്കുറിച്ച് കേൾക്കാം. പാണ്ഡവ് ഭവനാകുന്ന തപോവനത്തിൽ ബ്രഹ്മബാബയുടെ തപസ്വി ജീവിതം. പാണ്ഡവ് ഭവനത്തിൽ വന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും സഹജമായി സുലഭമായി തയ്യാറാക്കിച്ചതിന് ശേഷം ബ്രഹ്മബാബ സദാ ആ പഴയ ഭവനത്തിലെ തൻ്റെ പഴയ മുറിയിൽ തന്നെ താമസം തുടർന്നു. ഇത് കണ്ടിട്ട് യജ്ഞത്തിലെ ബാബയുടെ മക്കളെല്ലാം ബാബയോട് പറഞ്ഞു, ബാബ ഇത് ശരിയില്ലല്ലോ ബാബ, കഠിന പരിശ്രമം ഇത്രയും ചെയ്ത് ബാബ ഈ പുതിയ ഭവനം തയ്യാറാക്കി, ഞങ്ങളെല്ലാവരും ഈ പുതിയ ഭവനത്തിൽ താമസിക്കുന്നു. പക്ഷേ ബാബ ഇപ്പോഴും ആ പഴയ റൂമിൽ തന്നെ, ഈ പുതിയ കെട്ടിടത്തിലെ ഒരു പുതിയ റൂമിലേക്ക് ബാബ തീർച്ചയായും താമസം മാറ്റണം. ഈ പുതിയ കെട്ടിടത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ തീർച്ചയായും ബാബയും ഉപയോഗിക്കണം. ഞങ്ങൾ പുതിയതിൽ താമസിക്കുക, ബാബ പഴയതിൽ തന്നെ താമസിക്കുക. ഇത് ഞങ്ങളുടെ മനസ്സിന് താങ്ങുന്നില്ല ബാബ എന്ന് പറഞ്ഞു കുട്ടികൾ. തപ്പ ബാബ കേത്തെ. അപ്പോൾ ബാബ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? ബാബ പറഞ്ഞു, അല്ലയോ മക്കളെ, ശിവ് ബാബ വരുന്നതേ പഴയ ലോകത്തിൽ, എടുത്തതേ പഴയ ശരീരം, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്ത് പുതിയ ലോകത്തിലേക്ക് മക്കളെ തയ്യാറാക്കി വിട്ടിട്ട് ബാബ പോവുകയാണ്. പുതിയ ലോകത്തിൽ ശിവ് ബാബ വരുന്നില്ല. ബാബ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ ഭവനം തയ്യാറാക്കുന്നത്. കുട്ടികൾ പുതിയ ഭവനത്തിലിരിക്കുന്നത് കാണുമ്പോഴാണ് ബാബയ്ക്ക് സന്തോഷം. എന്നിട്ട് ബാബ തുടർന്ന് പറഞ്ഞു, मैं किन्हीं कर्म सन्यासियों की तरह कोई गुरु व आचार्य नहीं हूँ. കർമ്മസന്യാസിമാരെ പോലെ ഞാനൊരു ഗുരുവോ ആചാര്യനോ അല്ല. സ്വയം സുഖം എടുക്കുക, മക്കളെ കൊണ്ട് സേവനങ്ങൾ ചെയ്യിക്കുക, പൂജ ചെയ്യിക്കുക, ഇത് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഗുരുവോ സന്യാസിയോ അല്ല ഞാൻ. ബാബ, ഈ ബാബ മുഴുവൻ സൃഷ്ടിയുടെ ആത്മീയ സേവകനാണ്. ആണ് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അവസാനം വരെ ബാബയുടെ സുമാനം എന്തായിരുന്നു? ഞാൻ ഈ മുഴുവൻ ലോകത്തിൻ്റെ സേവകനാണ്. ഇത്രയധികം സേവനം ചെയ്തിട്ടും സ്വന്തം ശരീരം ഭഗവാന്റെ രഥം, വിശ്വനവനിർമ്മാണ പ്രക്രിയയിൽ മുഖ്യ പാർട്ടിധരി ശ്രീനാരായണൻ്റെ ആത്മാവ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഞാൻ ഈ സൃഷ്ടിയുടെ സേവകനാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് എൻ്റെ സേവ ചെയ്യിക്കുകയോ എൻ്റെ പൂജ ചെയ്യിക്കുകയോ ചെയ്യില്ല. ഞാൻ അങ്ങനെ ഒരു ആചാര്യനും ഗുരുവുമൊന്നും അല്ല. നിങ്ങളെൻ്റെ മക്കളാണ്, ഞാൻ നിങ്ങളുടെ സേവകനാണ്. അപ്പം നമ്മളും ഓരോരുത്തരും ഇത് അവസാന ശ്വാസം വരയ്ക്ക് ഓർമ്മിക്കേണ്ട കാര്യമാണ്. അന്തിമം വരെ നമ്മുടെ സ്വമാനം ഏതായിരിക്കണം? ഞാൻ ഈശ്വരീയ സേവാധാരിയാണ്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു തരത്തിലുള്ള അഹങ്കാരവും, ഏത് സ്ഥാനമാനങ്ങളിൽ ലൗകികത്തിലും അലൗകികത്തിലും ഏത് പദവിയിലും നമ്മളിരിക്കുന്നുവെങ്കിലും ഏതെല്ലാം കർത്തവ്യങ്ങൾക്കും നമുക്ക് നിമിത്തമായി ബാബ നമ്മളെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ആ പദവിയുടെ അഹങ്കാരമോ അഹന്തയോ മറ്റുള്ളവരെ ചെറുതായിട്ട് കാണുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കാണുകയോ അവരെ നമ്മളുടെ സേവകരായിട്ട് കാണുകയോ ജോലിക്കാരായിട്ട് കാണുകയോ നമ്മളെക്കാളും താഴ്ന്ന് കാണുകയോ ചെയ്യാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാരണം അവസാനം വരെ നമ്മൾ ഞാൻ സ്വയം സേവകനാണ്, സേവിക്കുകയാണെന്ന ബോധമുണ്ടെങ്കിൽ എല്ലാവരെയും ബാബയുടെ മക്കളായി കാണാനും നമുക്ക് സ്വയം സമാനത്തിലിരിക്കാനും മറ്റുള്ളവർക്ക്
ബഹുമാനം കൊടുക്കാൻ അവസാനം വരയ്ക്കും കഴിയും. ബാബ സൺഡേ ഒരു അവ്യക്തവാണിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിദ്ധിയുടെ ആധാരം പറഞ്ഞത് ബാബ ശ്രേഷ്ഠ വൃത്തിയാണ്, ശ്രേഷ്ഠമായ മനോഭാവം ഏത് കാര്യത്തിലും. അതിൽ ബാബ പറഞ്ഞ ഒരു പോയിൻ്റ് ഇതാണ്, ശ്രേഷ്ഠ വൃത്തിയർത്ഥം മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും മുന്നിൽ വയ്ക്കുക, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക, സ്വയം സ്വമാനത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കുന്ന മനോഭാവം, അതാണ് ശ്രേഷ്ഠവൃത്തി. ആ ശ്രേഷ്ഠവൃത്തി ഉണ്ടെങ്കിൽ ബാബ പറഞ്ഞ ലൗകികത്തിലാണെങ്കിലും അലൗകികത്തിലാണെങ്കിലും ഓരോ കർമ്മത്തിലും സഹജമായി സിദ്ധി, സഫലത പ്രാപ്തമാക്കും. അപ്പോൾ ആ സിദ്ധി സ്വരൂപാത്മാവായിരുന്നു ബ്രഹ്മബാബ. കാരണം ബാബയുടേത് അത്ര ശ്രേഷ്ഠ വൃത്തിയായിരുന്നു. ആ വിധിയിലൂടെയാണ് ബാബ ഓരോ കർമ്മവും ചെയ്തത്. सबको मानव से देवता बनाने की सेवा करने पर तत्पर है. ബാബ പറഞ്ഞു, ഞാൻ സർവമാനവരെയും ദേവതയാക്കി മാറ്റുന്ന സേവനങ്ങളിൽ ഈ ബാബ സദാ തൽപരനാണ്, സേവകനാണ് അല്ലേ. ബച്ചേ സേവക കാ തോ ऐसा ही कमरे में रहना ठीक बनता है. എന്നിട്ട് ബാബ എന്ത് പറഞ്ഞു, ഈ പഴയ കെട്ടിടത്തിൽ പഴയ മുറിയിലിരിക്കുന്നതാണ് ഒരു സേവകന് എപ്പോഴും അനുയോജ്യം. സേവകൻ്റെ റൂം എപ്പോഴും ഈ പഴയത് തന്നെ നല്ലത്. പുതിയ കെട്ടിടം ആർക്ക് കൊടുത്തു? മക്കൾക്ക്. നമ്മളാരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ആലോചിച്ച് നോക്കും. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി ഓടിപ്പോയി പുതിയതിൽ താമസിക്കണം തോന്നും അല്ലേ. ബാബ സ്വയം പഴയതിലിരുന്നുകൊണ്ട് മക്കളെ പുതിയതിൽ താമസിപ്പിച്ചു. അങ്ങനെയാണ് ബാബ മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുക, മക്കളെ മുന്നിൽ വയ്ക്കുക എല്ലാ കാര്യത്തിലും. പുരുഷാർത്ഥത്തിൽ ബാബ ഞാൻ ആദ്യം, അതായിരുന്നു മനോഭാവന. ബാബ ശ്രേഷ്ഠ വൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് അതാ പറഞ്ഞത്. പുരുഷാർത്ഥത്തിൽ സ്വോന്നതിയിൽ ഞാൻ ആദ്യം, മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുന്ന കാര്യത്തിൽ സേവനത്തിലും പദവിയിലും പേരിലും പ്രശസ്തിയിലും എല്ലാം മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുക. ബ്രഹ്മബാബ അതാ ചെയ്ത. പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ മക്കളെ മുന്നിൽ വെച്ചു. ബാബ പഴയതിൽ തന്നെ ഇരുന്നു. ആ ശ്രേഷ്ഠ വൃത്തിയുടെ അടയാളമാണിതെല്ലാം ബാബയുടെ. बाबा की ये बातें सुनकर सभी मूक होकर रह जाते क्योंकि वो जानते थे. ബാബ ഇപ്രകാരം പറയുമ്പോൾ കുട്ടികളെല്ലാം മൂകരായി. കാരണം ഒരിക്കലും ബാബയ്ക്ക് മുന്നിൽ മറ്റ് യുക്തികളൊന്നും, കുട്ടികളുടെ യുക്തികളൊന്നും ബാബയുടെ മനസ്സിൻ്റെ ഭാവത്തെ പരിവർത്തനപ്പെടുത്താൻ, ബാബയുടെ തീരുമാനത്തെ ഇളക്കാൻ കുട്ടികൾക്ക് കഴിയില്ല എന്നവർക്ക് മനസ്സിലായി. വേ ഹസ്തേ മുസ്കുരാത്തെ ഹുയി ഇത്തന മാത്ര ഹി കഹ പാത്തെ. ബാക്കി ചിരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത്ര മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ, നഹീം ബാബ ഐസ നഹി ഹോഗ. ഇല്ല ബാബ, അങ്ങനെയല്ല, ഇത്രേ പറഞ്ഞുള്ളൂ. പരന്തു വോ സ്വയം അപ്പനെ മന്മേ ജാനത്തെ കി വി ബാബാക്കോ. കാരണം കുട്ടികൾക്ക് അറിയാമായിരുന്നു ഒരിക്കലും ഞങ്ങൾക്ക് ബാബയുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല. ദേഖോ കിത്തനി ഥി ബാബ കി ത്യാഗ് और തപസ്യ കി ഭാവന. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ബാബയുടെ ത്യാഗവും തപസ്സും എത്രത്തോളം ഉയർന്നതായിരുന്നു. ദേഖോ तो और उनका लोक सेवा का संकल्प, ത്യാഗം, തപസ്, വിശ്വസേവനം, സേവാധാരിയാണ് ഞാൻ. ആ ഉയർന്ന സങ്കല്പം, ഇത് മൂന്നും ബാബയിൽ നിഴലിച്ചു കണ്ടിരുന്നു. ത്യാഗം, തപസ്, സേവന മനോഭാവം. അതുകൊണ്ടാണ് ബാബയും പറയുന്നത് നമുക്ക് മക്കൾക്കും ഈ 3 സമാനം എപ്പോഴും ഓർമ്മ വേണം. ഏതാ 3 സമാനം? ഡെയിലി നമ്മൾ അമൃതവേള യോഗത്തിൽ നമ്മൾ സ്മരിക്കേണ്ടത് അതാണ്. ബാബ, ഞാൻ ബാബയുടെ കുട്ടിയാണ്. ബാബ അച്ഛനാണ് ഞാൻ, കുട്ടി ഈശ്വരീയ സന്താനമാണ് ഞാൻ. രണ്ടാമത്തത് ഏതാണ്? ഈശ്വരീയ വിദ്യാർത്ഥിയാണ് ഞാൻ. മൂന്നാമത്തെ സമാനം ഏതാണ്? ഈശ്വരീയ സേവാധാരി. ഡെയിലി അമൃതവേള കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഈ സമാനത്തോടു കൂടി വേണം കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ. ഫുൾ ഡേ ബാബയുടെ കുട്ടിയായി ബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുക. പിന്നെയോ ഈശ്വരീയ വിദ്യാർത്ഥിയായി പരമാത്മ ശിക്ഷണങ്ങളെ കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് പോവുക.
ഏത് ജോലിയും കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്താ ഓർമ്മ വേണം? ഞാൻ ബാബയുടെ സേവനം ചെയ്യുക. ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുക, ഭർത്താവിന് വേണ്ടി ചെയ്യുക, മക്കൾക്ക് വേണ്ടി ചെയ്യല്ല. പിന്നെയോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താ ഓർമ്മ വേണം? അത് ഓഫീസിലാണെങ്കിലും അല്ലേ, പാടത്താണെങ്കിലും പറമ്പിലാണെങ്കിലും എവിടെ ബിസിനസ്സാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്താ ഓർമ്മ വേണം? എന്താ ഓർമ്മ വേണം? ബാബയുടെ സേവനാണ്, പരമാത്മ സേവനാണ്. उनका हाथ सदा देने की मुद्रा में रहता था और वे सांसारिक सुख सुविधाओं के प्रति बेपरवाह थे. ബാബയുടെ കൈകൾ എപ്പോഴും നൽകുന്ന മുദ്രയിലായിരുന്നു. നൽകുന്ന മുദ്ര അർത്ഥം ദൈവസംസ്കാരം. എല്ലാവർക്കും കൊടുക്കുക. ലൗകിക സുഖ സൗകര്യങ്ങളെ പ്രതി ബാബ ചിന്തിച്ചിട്ടേയില്ല. തനിക്കായ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ വേണമെന്ന്. എന്നാൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണ്? ബാബയുടെ ലൗകിക ജീവിതത്തിലെ ബാബ അത്രയും സുഖസൗകര്യങ്ങളുടെ നടുവിൽ ജീവിച്ച വ്യക്തിയാണ്. അതാണ് വണ്ടർ. അവിടെയാണ് നമുക്ക് പരിവർത്തന ശക്തി കാണപ്പെടുന്നത് ബാബയുടെ ജീവിതത്തിൽ. ഒന്നുമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുന്നത് വേറൊരു വിഷയം. പക്ഷേ രാജാക്കന്മാരെക്കാളും ഉയർന്ന രാജകുലോചിത ജീവിതം ജീവിച്ചിരുന്ന ബാബ, ആ ബാബയുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളെ പ്രതി യാതൊരു ചിന്തയും വ്യക്തിപരമായി ഉണ്ടായിരുന്നില്ല. വേ ഇസി കമരെ മേ ഹി തപസ്യ കർത്തേ രഹത്തെ ഇസി സ്ഥാൻ ബർ ഹി വത്സോങ്കോ. ബാബയുടെ മുറി. ഇപ്പം നമ്മൾ പണ്ഡവപ്പനിൽ പോകുമ്പോൾ ബാബ റൂം എന്ന് പറഞ്ഞ് പോയി തപസ്യ ചെയ്യില്ലേ, ആ മുറിയാണ് ബാബ ഉറങ്ങിയിരുന്നത്. അവിടെ തന്നെയായിരുന്നു ബാബയുടെ ഡൈനിങ്. ഈറ്റിംഗ് റൂമും അത് തന്നെ, മീറ്റിംഗ് റൂമും അത് തന്നെ, തപസ്യ റൂമും ബാബയുടെ അത് തന്നെ. മക്കൾ വന്നാലും ബാബ അവിടെ കുട്ടികളെ കാണുകയും ദൃഷ്ടി കൊടുക്കുകയും ബാബയുടെ വ്യക്തിപരമായ പുരുഷാർത്ഥം തപസ്യ മുഴുവൻ നടന്നത് അവിടെയാണ്. और उन्हें अनेक वरदान देते रहते थे. മക്കളുമായി സംസാരിക്കുമ്പോഴെല്ലാം ബാബ കുട്ടികൾക്ക് ദൃഷ്ടി കൊടുക്കുകയും വ്യക്തിപരമായി ഓരോ കുട്ടിക്കും ബാബ ധാരാളം വരദാനങ്ങൾ നൽകിയിരുന്നു. ഓരോ കുട്ടികളും പറയില്ലേ ബാബയുടെ കൂടെ ജീവിച്ചിരുന്നവർ. ജയന്തിബൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ പറയില്ലേ, ദീദി എപ്പോഴും പറയും, ബാബ അന്ന് എന്നോട് പറയുമായിരുന്നു, കുട്ടി വിശ്വസേവനം ചെയ്യും, വിശ്വസേവാധരിയാകും. വിദേശത്ത് പോയി ധാരാളം സേവനത്തിന് കുട്ടി നിമിത്തമായി മാറും. അതായത് ബാബ എന്ത് വരം കൊടുത്തോ അത് തന്നെയാണ് പിന്നീട് നോക്കി അവരുടെ ജീവിതമായി തീർന്നത്. അന്നൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. ബാബയുടെ കൂടെയുള്ള ഫോട്ടോസ് കണ്ടാൽ നമുക്കറിയാം. ഇപ്രകാരം ബാബ ഓരോ കുട്ടികൾക്കും വരദാനം കൊടുത്തിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ പിന്നീട് അല്ലേ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാം. ആജ് ഏ തപസ്യ കാ കമര ഹോ ഗയ. ആ മുറിയാണ് ബാബ ഉപയോഗിച്ചിരുന്ന ആ മുറിയാണ് ഇന്ന് തപസ്യാമുറിയായി, തപസ്യാധാമമായി തീർന്നു അല്ലേ പണ്ഡവഭവനിലെ. क्योंकि उस त्याग तपस्या और सादगी के आदर्श बाबा ने यहाँ तपस्या की थी. എന്തുകൊണ്ടായിരുന്നു നമ്മളെല്ലാവരും പോയി അവിടെ ഇരിക്കുമ്പോഴേക്കും മെഡിറ്റേഷൻ കിട്ടണേ? എന്തുകൊണ്ടെന്നാൽ ബാബയുടെ ത്യാഗി തപസ്വി ലാളിത്യം നിറഞ്ഞ ആദർശ ജീവിതത്തിലൂടെ തപസ്യ ചെയ്ത സ്ഥാനമാണത്. അതുകൊണ്ടാണ് ആ മുറിയിൽ കയറിയ വേറെ ഒന്നും ഓർമ്മ വരില്ല. കാലെടുത്ത് ബാബയുടെ റൂമിൽ വെച്ചാൽ എന്തായി? അശരീരിയാക്കും. അനുഭവമില്ലേ? ബസ് ഞാനും ബാബയും. ഒരു വ്യർത്ഥ സങ്കല്പവും പിന്നെ വരില്ല ബാബയുടെ റൂമിലിരുന്ന്. परंतु हाँ, जब ऐसे स्नेही सहायक एवं साधारण रूप में ഇപ്രകാരം മക്കൾക്ക് സ്നേഹിയായി സഹായിയായി സാധാരണ രൂപത്തിൽ ഒരു മനുഷ്യരൂപത്തിൽ അലൗകികവും പാരലൗകികവുമായ പിതാവിനെ ഇസ് ധരാപരസെ മഹാൻ ചരിത്രക്കർ രഹേ थे. ആ മാനവ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്
പരമാത്മാവും അതേപോലെ ബ്രഹ്മാവും. രണ്ടാത്മാക്കളും മഹത്തായ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു ഒരു സാധാരണ മാനവ രഥത്തിലൂടെ. तो संसार के लोग ആംഗേയും പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും ലോകത്തിൽ ധാരാളം ആൾക്കാർ കണ്ണടച്ച് ജീവിച്ചു, കണ്ടിട്ടും കണ്ണടച്ച് ജീവിച്ചു. വികാരവും സെ മൂർച്ഛിത് ഹോക്കർ, വികാരങ്ങളിൽ മോഹാലസ്യപ്പെട്ട് ജീവിച്ച മാനവൻ അപ്പോഴും നിദ്രയിലാണ്. ഇത്രയൊക്കെ ബാബ ജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ടും കൺമുന്നിലൂടെ ഇതെല്ലാം കണ്ടിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ ജീവിച്ചവരുണ്ട്. ഇനി ഇങ്ങനെയുള്ള ആത്മാക്കളുണ്ടായിരുന്നു. ഇത്ര സർവശ്രേഷ്ഠനായ മഹാനായ ബ്രഹ്മാവിലൂടെ ശിവബാബയുടെ ഈ കർത്തവ്യം നടക്കുമ്പോൾ കേട്ടിട്ടും കേൾക്കാതിരുന്ന എത്ര പേരുണ്ടെന്നറിയോ? പിന്നെയോ ഏറ്റവും ദയനീയമായ പാർട്ട് അവരുടേതായിരുന്നു. ആരായിരുന്നു? ഈ പിതാവിനെ പ്രതി പോലും അസഹിഷ്ണുതയോടെ ബാബയുടെ അടുത്ത് പെരുമാറിയവർ, മോശമായി പെരുമാറിയവർ, ബാബയുടെ വിരോധം കാണിച്ചവർ, ബാബയോട് ശത്രുതയോടെ പ്രതികാര ഭാവനയോടെ പെരുമാറിയവർ, അങ്ങനെ നിറയെ പേരുണ്ടായിരുന്നു. അവരുടെ പാർട്ടായിരുന്നു ഏറ്റവും ഈ സൃഷ്ടി നാടകത്തിലെ ഏറ്റവും ദയനീയമായ പാർട്ട്. इस कमरे कुड़िया और बगीचे के बनाने में तो समय लगा. ബാബയുടെ ഈ മുറി, കുടിൽ, പൂന്തോട്ടം ഇതെല്ലാം തയ്യാറായി വരാൻ സമയമെടുത്തു. പക്ഷേ ബാബാനെ तो ये भवन लेते ही बहुत तीव्र गति से ईश्वरीय सेवा का कार्य प्रारंभ कर दिया था. പക്ഷേ ഇതിനേക്കാളൊക്കെ വേഗത്തിൽ നടന്ന കാര്യം ഏതാണ്? ഭാരതമെമ്പാടും അതിതീവ്രഗതിയിൽ ഈശ്വരീയ സേവനങ്ങൾ ബാബ അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അബേ ഭവൻ ഗോയ സർവശക്തിവാൻ ശിവബാബ. അങ്ങനെ പാണ്ഡവ ഭവനം സർവശക്തിവാനായ ശിവബാബയുടെയും ശക്തിസേനയുടെയും രാമരാജ്യ സ്ഥാപനത്തിനുള്ള പാണ്ഡവ സർക്കാരിൻ്റെ മുഖ്യാലയമായി മാറി, ഹെഡ് ക്വാർട്ടറായിട്ട് മാറി. जहाँ माया को परास्त करने के लिए खूब तैयारियां होने लगी. പാണ്ഡവ ഭവൻ എന്ന ആസ്ഥാന മന്ദിരം, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിലിരുന്നു കൊണ്ട് ബാബ തൻ്റെ കുട്ടികളെ കൊണ്ട് ഈ മുഴുവൻ ലോകത്തു നിന്ന് മായയെ ഓടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. अब जो ईश्वरीय सेवा हुई उसके सारांश का उल्लेख करेंगे. ഇനി ഭായ് സാബ് പറയണേ, നമുക്ക് ഇതുവരെ പാണ്ഡവ ഭവൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളും പറഞ്ഞു. ഇനി അതേസമയം പാരലായിട്ട് നടന്ന, ഭാരതമെമ്പാടും നടന്ന ഈശ്വരീയ സേവനങ്ങളുടെ സാരാംശങ്ങളെക്കുറിച്ച് പറയാം. മുന്നോട്ട് നിങ്ങൾക്ക് വായിക്കാം. ഈശ്വരീയ സേവാ കെ ധൂം, ഈശ്വരീയ സേവനങ്ങളുടെ ആ ഉത്സവം നടക്കുകയാണ് ഇനി, ആഘോഷം പോലെ. നവംബർ 1957 കാര്യം പറയണം. 57 ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ ഒരു വിശ്വ മഹാധർമ്മ സമ്മേളനം നടക്കാൻ പോയിരുന്നു. ധാർമ്മിക സമ്മേളനം, വേൾഡ് റിലീജിയസ് കോൺഫറൻസ്. ഈ ന്യൂസ് ബാബയുടെ അടുത്തെത്തി, ഡൽഹിയിൽ ഇത്രയും വലിയ പ്രോഗ്രാം നടക്കാൻ പോകുന്നു. ഇസ് അവസർ പർ ദേശ് വിദേശ് സേ, അപ്പോൾ ബാബയ്ക്ക് അറിയാമായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദേശവിദേശത്തുനിന്ന് ധാരാളം റിലീജിയസ് ലീഡേഴ്സ്, ധാർമ്മിക നേതാക്കന്മാർ വരും. इसमें सम्मिलित होने वाले सरकारी मंत्रियों को, അപ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ്ങിൽ ഭാരതത്തിലെയും വളരെയധികം മറ്റ് രാജ്യങ്ങളിലെയും മന്ത്രിമാർ ധാരാളം ഉണ്ടാവും. കൂടാതെ കോമൺ പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇവർക്കെല്ലാം ഈശ്വരീയ സന്ദേശം എത്തിക്കണമെന്ന് ബാബ പറഞ്ഞു. എല്ലാ തട്ടിലുള്ളവർക്കും അതിനുവേണ്ടി സേവനം ചെയ്യണം.
बाबा के मन में सर्व आत्माओं के प्रति ऐसी शुभ भावना थी. എന്താ കാര്യം? സർവാത്മാക്കളെ പ്രതിയും ബാബയ്ക്ക് അത്രത്തോളം ശുഭഭാവനയായിരുന്നു. അതുകൊണ്ട് എവിടെ എന്ത് പ്രോഗ്രാം നടക്കണമെന്ന് കേൾക്കുമ്പോഴും നമ്മളങ്ങനെയല്ലേ, എവിടെയെങ്കിലും ചുറ്റുപാട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു, അല്ലെ കുറച്ച് പേര് കൂടുന്നു എന്നറിഞ്ഞാൽ നമ്മളും അവിടെ പോയി എന്തെങ്കിലും ഒരു എക്സിബിഷനെങ്കിലും വെക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഭാഷണമെങ്കിലും അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ബാബയുടെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സന്ദേശപത്രിക വിതരണമെങ്കിലും ചെയ്തിട്ട് വരണം, അല്ലേ? അങ്ങനെ പ്ലാൻ നമ്മൾ ചെയ്യുമല്ലോ. ഇത് ബാബ ആ സമയത്ത് തുടങ്ങി വെച്ചതാണ്. സർവ ആത്മാക്കളെ പ്രതിയും ബാബയുടെ ശുഭഭാവനയായിരുന്നു. കിസി ഭി പ്രകാർ സഭി കാ കല്യാൺ ഹോ ജായ്. ഏതെങ്കിലും തരത്തിലൂടെ സേവനം ചെയ്ത് സർവാത്മാക്കളുടെയും മംഗളം ഉണ്ടാക്കണം. ബാബ കഹ്യാ കർത്തി കി പിതാ തോ സദാ ചൈത്ത ഹേ. എൻ്റെ ബാബ പറഞ്ഞു, അച്ഛൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? തൻ്റെ മക്കളുടെ എല്ലാവരുടെയും സ്വഭാവം ശ്രേഷ്ഠമാക്കണം. എൻ്റെ മക്കൾ നല്ല കുട്ടികളായിരിക്കണം. അതാണ് ബാബ ആഗ്രഹിക്കണം. നമ്മൾ നോക്കണം, ബാബയുടെ ആശയ്ക്കനുസരിച്ച് ഞാൻ ഒരു നല്ല കുട്ടികളെല്ലാവരുമാണ്, പക്ഷേ നല്ല കുട്ടി. ലൗകികത്തിലൊരു അച്ഛനും അമ്മ അതെല്ലാം ആഗ്രഹിക്കുക. ലൗകികത്തിൽ 2 മക്കളും 10 മക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കുട്ടിയുള്ളെങ്കിലും അത് 10 കുട്ടിയാണെങ്കിലും ഏതച്ഛനും അമ്മ എന്താ ആഗ്രഹിക്കുക? എൻ്റെ ഓരോ കുട്ടിയും നല്ല കുട്ടിയായിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദം നമുക്ക് അവസാനം വരെ വാങ്ങിത്തരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിയുടെയും ആധാരം അത് തന്നെയാണ്. വേറെ ഒരു തട്ടമുട്ട മാർഗത്തിലൂടെയും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും നമ്മൾ യൂസ്ഫുള്ളാകുന്ന ഇതിലൂടെ നല്ല കുട്ടി എന്ന സെൻസ് നമ്മളിലേക്ക് നോക്കണം. കുട്ടി എന്നത് നമ്മൾ ബാബയ്ക്ക് കുട്ടിയാണ്. പക്ഷെ ബാക്കി എല്ലാ റൂളുകളിലും നല്ലത് എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത്. അപ്പോൾ ബാബയുടെ മക്കളായ നമ്മളെല്ലാവരും ഈ പോയിൻ്റ് ഇന്ന് നോട്ട് ചെയ്യണം. ബാബ ആഗ്രഹിക്കുന്ന തരത്തിലൊരു നല്ല കുട്ടിയല്ലേ ഞാൻ? വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും അല്ലേ, നല്ല കുട്ടി. യോഗ്യ ഹോ. അടുത്ത ആഗ്രഹം എന്താ അച്ഛൻ്റെ? യോഗ്യരായിരിക്കണം. ക്വാളിഫിക്കേഷൻസ് വേണം. കുട്ടിയുണ്ട് പക്ഷെ ഒന്നിനും കൊള്ളില്ലെങ്കിലോ? യോഗ്യരായ കുട്ടിയായിരിക്കണം. ഒന്നിനും നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല. ബാബ പറയണ ഒരേ സമയം അനേക കാര്യങ്ങൾ ചെയ്യണം. ഗുൽജാർ ദാദിയുടെ അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരേ സമയത്ത് ബാബ 17-18 ഡ്യൂട്ടി കൊടുത്തിരുന്നു, പല ഡിഫറെൻ്റ് കാര്യങ്ങൾ ചെയ്യാൻ. ഒരേ സമയത്ത് 18 കാര്യം ചെയ്യുമായിരുന്നു. അത്രയും കലകൾ ദാദിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഓൾറൗണ്ടർ ദാദിയിൽ. തുടക്കം മുതലേ ദാദിമാരെയൊക്കെ നമ്മൾ നോക്കിയ ബാബ ആ രീതിയിലാണ്. ആരെ ഒന്നിനും മാറ്റിവെക്കാൻ അറിയില്ല എന്ന് ബാബ സമ്മതിക്കില്ല ഒരാളെ കൊണ്ട്. എല്ലാവരെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും കല പോലെ ചെയ്യിച്ചു ബാബ. നമ്മളും ഓരോരുത്തരും എവിടെയാണെങ്കിലും നമ്മൾ നോക്കണം. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും നമ്മൾ ഏത് റോളാണ് അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാ കർമ്മങ്ങളും ചെയ്യാനും നമുക്ക് കഴിയണം. ഒരു ഓൾറൗണ്ടർ പേഴ്സണാലിറ്റി ആയിരിക്കണം നമ്മൾ. അല്ലാതെ ഞാൻ MD ആണ്, മാനേജറാണ്, ഡോക്ടറാണ്, എൻജിനീയറാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല. ബാബ അതുകൊണ്ടാണ് നമ്മളെല്ലാവരെ കൊണ്ടും സ്വന്തം കൈകൊണ്ട് ആഹാരം വരെ ഉണ്ടാക്കി അടുക്കളയിൽ. കാരണം പൊതുവെ ആൾക്കാർ പറയില്ലേ അടുക്കള പണി എന്നല്ലേ പറയാം. പക്ഷെ ബാബയുടെ ഒരു കുട്ടി എത്ര വലിയ ആളാണെങ്കിലും അല്ലേ, ബാബ അടുക്കളയിൽ സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ ബാബയ്ക്ക് പ്രസാദം ഉണ്ടാക്കി സമർപ്പിച്ചിട്ട് കഴിക്കുന്നത് മുതൽ A to Z കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ബാബ നമ്മളെ പ്രാവീണ്യരാക്കി മാറ്റുകയാണ്. എല്ലാ കർമ്മങ്ങളും സ്നേഹത്തോടെ ചെയ്യുന്നവരായിട്ട് മാറുക. കാരണം എന്താ, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരാകുമ്പോൾ നമ്മുടെ അഹങ്കാരം പോവും, ഈഗോ ഇല്ലാണ്ടാവും, നിരഹങ്കാരികളാക്കും. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിലൂടെ മറ്റൊരു ഏറ്റവും വലിയ ഗുണം എന്താ, ഓരോ കർമ്മങ്ങൾക്ക് പിന്നിലെ അധ്വാനം നമുക്ക് മനസ്സിലാകും.
അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ MD ആണെങ്കിലും നമ്മുടെ ഗേറ്റ് കീപ്പറിൽ നിന്ന് തുടങ്ങി, കാവൽക്കാരിൽ നിന്ന് തുടങ്ങി ഓരോരുത്തരുടെയും ജോലിയുടെ അധ്വാനത്തിൻ്റെ പിന്നിലെ മൂല്യം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും വാല്യൂ കൊടുക്കും. അതുകൊണ്ടാണ് ബാബ ഓൾറൗണ്ടർ ആക്കണേ. അപ്പോഴേ നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വില അറിയുള്ളൂ. അപ്പം നമ്മൾ അവർക്ക് ആ രീതിയിൽ ആദരവ് കൊടുക്കും. MD ആണെങ്കിൽ നമുക്ക് ശമ്പളം കൂടുതലായിരിക്കും, കാവൽക്കാരന് ശമ്പളം കുറവായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് അധ്വാനം നമ്മളെക്കാൾ കൂടുതലായിരിക്കും. അവരുടെ അധ്വാനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. അയാൾ ആ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് സമാധാനമായിട്ട് ആ സ്ഥലത്തിരിക്കാൻ പറ്റും. അയാൾ ഏതെങ്കിലും തരത്തിൽ അല്പം അശ്രദ്ധ കാണിച്ചാൽ എന്താകും? ആ ഫാക്ടറി അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മുഴുവൻ പ്രവർത്തനവും എന്ത് ചെയ്യും? തകിടം മറിയും. അല്ലേ? എല്ലാവരും ടെൻഷനിലാവും. എന്തെങ്കിലും ഒരു വസ്തു ഇവിടുന്ന് കളവ് പോയി എന്നിരിക്കട്ടെ, MDക്കും വെറുതെ ഇരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും തലവേദനയാവും. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ റോള് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് ബാബ പറഞ്ഞേ ആരായിരിക്കണം? योग्य अच्छे अच्छे पदों पर भी आसीन हो। इस प्रकार बाबा की भी सदा यही इच्छा रहती कि सभी मनुष्य आत्माएं जिसमें कई ज्ञानवान तथा बहुत से ज्ञान रहित है किसी तरह और किसी प्रकार की भी पवित्र बन देव पद प्राप्त कर ले. അതുകൊണ്ട് ബാബയുടെ ആശയം ഇതായിരുന്നു, ജ്ഞാനമാർഗത്തിലേക്ക് എല്ലാ മനുഷ്യാത്മാക്കളിലും, ചിലർക്ക് ജ്ഞാനമുണ്ട് ചിലർക്കില്ല, പക്ഷെ ബാബയുടെ ആശയം എന്താണ്? ഏതെങ്കിലും തരത്തിൽ എൻ്റെ മക്കളെ എല്ലാവരെയും പവിത്രമാക്കി ദൈവ പദവി പ്രാപ്തമാക്കിക്കണം. മക്കളെല്ലാം ദൈവീകതയുള്ളവരാകണം. बाबा का रात दिन ऐसा योजनाओं पर विचार चलता ही रहता है. ഇപ്രകാരം മക്കളെല്ലാം പവിത്രമാക്കി മാറ്റാൻ വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ വിശ്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് പ്ലാനിങ് ആയിരുന്നു രാത്രിയും പകലും. അതിൻ്റെ വിചാരം ബാബയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നു. സാരി സൃഷ്ടി മേ ബസേ മനുഷ്യോങ്കോ പരം പിതാ ശിവ കെ അവതരൺ കി ഖുഷ് ഖബരി. ബാബയുടെ വിചാരം എന്തായിരുന്നു? ബ്രഹ്മബാബയ്ക്ക് ഈ ഭൂമണ്ഡലത്തിൽ അവതരിച്ചിരിക്കുന്ന പരംപിതാ പരമാത്മാവിൻ്റെ അവതരണത്തിൻ്റെ സന്തോഷ വാർത്ത എങ്ങനെ മാനവ ഹൃദയങ്ങളിൽ എത്തിക്കും? ये तो हम मनुष्य आत्माओं जिनों की उस परम पिता ने आकर जगाया है. കാരണം പരംപിത പരമാത്മാവ് വന്ന് നമ്മൾ മനുഷ്യാത്മാക്കളെ ഉണർന്നവരുടെ കർത്തവ്യമാണ് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഈ ശുഭസൂചന നൽകുക. സമ്പൂർണ്ണ പവിത്രതയും സുഖവും ശാന്തിയും നൽകാൻ പിതാവ് വന്നു കഴിഞ്ഞു. ഈ ശുഭസന്ദേശം ഓരോ മനുഷ്യാത്മാക്കളിലും എത്തിക്കാൻ ജ്ഞാനയജ്ഞം രചിച്ചു കഴിഞ്ഞു. जिसकी अग्नि में हमें अपने अपने मनोविकारों की आहुति डालनी है. ജ്ഞാനയജ്ഞം ഭഗവാൻ ആരംഭിച്ചു. ഈ ജ്ഞാനയജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഉള്ളിലെ ദുർവികാരങ്ങളെ സ്വാഹ ചെയ്യണം. ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കൂ പറഞ്ഞു ബാബ. ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരുന്ന് എന്തെങ്കിലും സ്വാഹ ചെയ്യാനുള്ളിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയുടെ അഗ്നിയിൽ സ്വാഹ ചെയ്യും.